മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് നൈറ്റ് ക്രോളറിന്റെ റീമേക്ക് ആണോ അല്ലയോ? മോളിവുഡ് ടൈംസ് റീസെന്റ് ഇറങ്ങിയപ്പോൾ അതിന്റെ ഡയറക്ടർ അഭിനവ് സുന്ദർ നായക് പല ഇന്റർവ്യൂസിലും പറഞ്ഞിരുന്നു പുള്ളിയുടെ ഫസ്റ്റ് സിനിമയായ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് തിയേറ്ററിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പടമാണെങ്കിൽ പോലും ചില ആൾക്കാർ ഇന്റർനെറ്റിൽ ഒരു അലിഗേഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിയുടെ ഫസ്റ്റ് പടം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് നൈറ്റ് ക്രോളറിന്റെ റീമേക്ക് ആണ്. ഓഡിയൻസിന്റെ ഇടയിൽ ഇൻസ്പിറേഷനും റീമേക്കും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ക്ലിയർ അല്ല എന്ന് എനിക്ക് തോന്നി. ഒരു റീമേക്ക് എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ കഥ നിങ്ങൾ അതേപോലെ റീക്രിയേറ്റ് ചെയ്യണം വേറൊരു ഭാഷയിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ. അതിന്റെ റൈറ്റ്സ് മേടിക്കേണ്ടി വരും ആ പടം റീമേക്ക് ചെയ്യാൻ വേണ്ടി. ഒരു പടം റീമേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് ദൃശ്യം സിനിമ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലൊക്കെ റീമേക്ക് ചെയ്യുമ്പോൾ ആ കഥാപശ്ചാത്തലം അതേപോലെ അവർ കോപ്പി പേസ്റ്റ് ചെയ്യാണ് വേറൊരു ലാംഗ്വേജിലേക്ക് ചെയ്യുന്നത്. ആ കഥയിലെ കഥാപാത്രങ്ങൾ, നായകൻ, ആ നായകന്റെ കുടുംബം, അവിടേക്ക് കയറി വരുന്ന അതിഥിക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ക്ലൈമാക്സിലുള്ള റിവീൽ, എല്ലാ പടത്തിന്റെ തുടക്കം തൊട്ട് പടത്തിന്റെ എൻഡ് വരെയുള്ള പോയിന്റ്സ് എല്ലാം സിമിലർ ആയിരിക്കും ഒരു റീമേക്ക് എന്ന് പറയുമ്പോൾ. നേരെ തിരിച്ചൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ പല സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഗോഡ് ഫാദർ എന്നുള്ള ഇംഗ്ലീഷ് പടം നമ്മുടെ മലയാളത്തിന് ഒരുപാട് പടങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇറങ്ങിയ ഭീഷ്മപർവം സിനിമ വരെ ഗോഡ് ഫാദറിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം. എന്നാൽ ഗോഡ് ഫാദറിന്റെ റീമേക്ക് ആയിരുന്നില്ല ഭീഷ്മപർവം. അതേപോലെ തന്നെയാണ് നൈറ്റ് ക്രോളർ എന്നുള്ള സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഡെഫിനറ്റ്ലി നൈറ്റ് ക്രോളറിന് ഇൻസ്പയർഡ് ആണ്. ഇനി നൈറ്റ് ക്രോളർ മുകുന്ദനുണ്ണി തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണ്, ഡിഫറൻസ് എന്താണ് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഫീൽ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടഗോണിസ്റ്റ് സൈക്കോളജി. അതായത് ജേക്ക് ജിലൻഹോളിന്റെയും വിനീത് ശ്രീനിവാസന്റെയും ക്യാരക്ടേഴ്സ് രണ്ടും സൈക്കോളജിക്കലി ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അൺഅപ്പോളജറ്റിക് സോഷ്യോപാത്സ് ആണ്. ഹൈലി അംബിഷ്യസ് ആണ്. രണ്ടുപേർക്കും എംപതി എന്ന് പറഞ്ഞ സാധനമില്ല. ഹ്യൂമൻ ട്രാജഡി രണ്ടുപേരും നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഭയങ്കര ബുദ്ധിയുള്ള, ഭയങ്കര കൂർമ്മ ബുദ്ധിയുള്ള ടീംസ് ആണ്. രണ്ടുപേരും അവനവന്റെ വർക്കിൽ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ്. രണ്ടുപേരും അവർക്കൊരു സൈഡ് കിക്കിനെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കഴിയുമ്പോൾ സൈഡ് കിക്സിനെ അവർ പറഞ്ഞു വിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുന്നുണ്ട്. രണ്ട് സിനിമയിലും ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. രണ്ടുപേരും ആക്സിഡൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നേറുന്ന ജീവിതത്തിൽ. റെസൊല്യൂഷൻ രണ്ട് സിനിമയിലും ഇല്ല. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ രണ്ട് സിനിമയിലും ഈ രണ്ട് കഥാപാത്രങ്ങൾക്ക് ഒരു രീതിയിലുള്ള പണിയും കിട്ടുന്നില്ല. അവരൊരു ലെസണും പഠിക്കുന്നില്ല. അവർ മോശമായിട്ടുള്ള ആൾക്കാരായിട്ട് തന്നെ മുന്നോട്ട് തുടരുകയാണ്. അവർക്ക് അതിൽ നിന്ന് വിജയങ്ങൾ നേടാനും സാധിക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇംഗ്ലീഷ് സിനിമയിലെ ജെ ഗിലൻഹോളിന്റെ ക്യാരക്ടർ ഒരു ചെറിയ ഒരു കള്ളനെ പോലെ ഒരു കഥാപാത്രമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നേരെ തിരിച്ച് മുകുന്ദനുണ്ണിയുടെ കഥാപാത്രം നല്ല ക്വാളിഫിക്കേഷൻ ഒരു വക്കീലായിട്ടാണ് പുള്ളിയെ കാണിച്ചിരിക്കുന്നത്. നൈറ്റ് ക്രോളർ ഇസ് ആക്ച്വലി ക്രിറ്റിസിസം ഓഫ് ദി അമേരിക്കൻ ടെലിവിഷൻ ഇൻഡസ്ട്രി. അവരെങ്ങനെയാണ് സെൻസേഷനിസം, ന്യൂസസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് എങ്ങനെയാണ് ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനും അതിൽ നിന്ന് കരിയർ പ്രോഗ്രസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ക്രിട്ടിക് ഓഫ് ദ കറക്റ്റ് മെഡിക്കൽ ലീഗൽ ഇൻഷുറൻസ് നെക്സസ് ഇൻ കേരള. നൈറ്റ് ക്രോളർ റിലൈ ചെയ്യുന്നത് മൊത്തം എക്സ്റ്റേണൽ ഒബ്സർവേഷനിലാണ്. അതായത് ജേക്ക് ജിലൻഹോളിന്റെ ക്യാരക്ടറിൽ പുള്ളിയുടെ ഫിസിക്കൽ മാനറിസംസും പുള്ളിക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ പുള്ളി എന്തൊരു പ്രശ്നമുണ്ട് പുള്ളിക്ക് നമുക്ക് മനസ്സിലാവും. നേരെ തിരിച്ച് മുകുന്ദനുണ്ണിയുടെ മുഴുവൻ നമ്മൾ പുള്ളിയുടെ കഥാപാത്രത്തിന്റെ കള്ളത്തരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പുള്ളിയുടെ ഒരു ഇന്റേണൽ വോയിസ് ഓവറിലൂടെയാണ്. നൈറ്റ് ക്രോളർ കുറെ കൂടി ടെൻസ് ആയിട്ടുള്ള ഒരു നിയോ നോയർ ത്രില്ലറാണ്. നേരെ തിരിച്ച് മുകുന്ദനുണ്ണി അസോസിയേറ്റ് ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ട് ഒരു ഡാർക്ക് കോമഡി മൂവിയാണ്. അപ്പൊ രണ്ട് പടങ്ങളും സ്ട്രക്ചറലി ഭയങ്കര ഡിഫറെന്റ് ആണ്. ഒരു ഫിലിം മേക്കറുടെ പെർസ്പെക്ടീവ് ഒരുപാട് എഫേർട്ട് ഈ രണ്ട് പടം ക്രിയേറ്റ് ചെയ്യാൻ രണ്ട് ഫിലിം മേക്കേഴ്സ് എടുത്തിട്ട്. അതുകൊണ്ട് തന്നെ നൈറ്റ് ക്രോളറിന്റെ ഒരു ഡയറക്ട് റീമേക്ക് അല്ല മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. നൈറ്റ് ക്രോളർ ഡെഫിനറ്റ്ലി മുകുന്ദനുണ്ണിയെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഡിഫറൻസ്.